അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഇപ്പോൾ ഇന്നലത്തെ ബജറ്റിലും ഇക്കാര്യം ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ മലപ്പുറം എന്നല്ല, സംസ്ഥാനത്ത് ജില്ലകൾ വിഭജിക്കുന്ന കാര്യത്തെക്കുറിച്ച് പഠിക്കുവാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ബജറ്റിൽ അത് ഇടം പിടിച്ചിട്ടും ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം കാട്ടുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. സംഘപരിവാർ സംഘടനകൾ അത് നേരത്തെയും ഈ വിഷയം ഉയർന്നു വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ട് ഈ വിഷയം ഉയർന്നു വരുമ്പോൾ ഈ ജനസംഖ്യാ വർധനവാണല്ലോ അതിൽ ഒരു പ്രധാന ഘടകമായി വന്നിരിക്കുന്നത്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഈ താങ്കള് ചോദിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളാരും ഈ മലപ്പുറം ജില്ലാ വിഭജനത്തിന് തത്വത്തിൽ എതിരൊന്നുമല്ല. പക്ഷേ അതിന്റെ പിന്നിലുള്ള അജണ്ടകൾ എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകേണ്ടത്. ആ ചർച്ചാ വിഷയം നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കേൾക്കാം, പറഞ്ഞോളൂ. ഈ എന്താണ് ഈ മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള അജണ്ട എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. താങ്കൾ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, മലപ്പുറം ജില്ലയിലെ അനിയന്ത്രിതമായിട്ടുള്ള ജനസംഖ്യാ വർധനവിനെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. ഈ മലപ്പുറം ജില്ലയെ പറ്റി നമ്മളൊന്ന് പഠിക്കുമ്പോൾ 1969 EMSന്റെ സർക്കാരാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത്. ആ സമയത്ത് ആരൊക്കെയാണ് എതിർത്തത്? കോൺഗ്രസ് എതിർത്തിട്ടുണ്ട്, CPI എതിർത്തിട്ടുണ്ട്. എല്ലാവരും അക്കാലത്ത് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് ശക്തമായി എതിർത്ത കക്ഷികൾ തന്നെയാണ്. ഇന്ന് അവരൊക്കെ പറയുന്നു വികസനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയെ 3ആയിട്ട് മുറിക്കണമെന്ന് പറയുന്നു. എന്താണ് വികസനം ഉണ്ടാകാത്തതിന്റെ കാരണം? എന്താണ് ഇതിന്റെ പിന്നിലെ അജണ്ട? ഇക്കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാതെ മലപ്പുറത്തിനെ 3ആക്കണമെന്ന് പറയുന്നു. ഈ മലപ്പുറത്തിനെ 3ആക്കിയത് കൊണ്ട് വികസനം ഉണ്ടാവുകയായിരുന്നുവെങ്കിൽ എറണാകുളത്തിനെയും കോട്ടയത്തിനെയും മുറിച്ചുകൊണ്ട് 1960കളുടെ അവസാനം 70കളില് ഇടുക്കി ജില്ല ഉണ്ടാക്കിയല്ലോ. ആ ഇടുക്കി ജില്ലയിൽ എന്തേ വികസനം ഉണ്ടാകുന്നില്ല? നമ്മൾ അതിനെപ്പറ്റി പഠിക്കേണ്ടതില്ലേ? അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വിഭജനം ഉണ്ടാവുകയാണെങ്കിൽ റവന്യൂ പരമായിട്ട് കുറെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുമെന്നുള്ളതിനപ്പുറമായിട്ട് യാതൊരു വികസനവും ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഭരണപരമായി ബുദ്ധിമുട്ടുണ്ട്. അത് നേരത്തെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ജില്ലാ കളക്ടർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഭരണപരമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, താങ്കൾ കേൾക്കുന്നില്ലേ? ഭരണപരമായ ഈ ബുദ്ധിമുട്ടുകൾ ജില്ലാ കളക്ടർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും ജനസംഖ്യ 45 ലക്ഷമാണല്ലോ കണക്കാക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ വരും. ഇനി അടുത്ത ജനസംഖ്യ കണക്കെടുപ്പ് പൂർത്തിയാകുമ്പോൾ, സെൻസസ് പൂർത്തിയാകുമ്പോൾ ജനസംഖ്യ എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയുവാൻ കഴിയും. എന്തായാലും 45 ലക്ഷത്തിൽ കൂടുതലുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന ജില്ലയ്ക്ക് 31-32 ലക്ഷം ജനസംഖ്യ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 30 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള 5 ജില്ലകൾ മാത്രമേ കേരളത്തിൽ ഉള്ളൂ. അപ്പോൾ വിഭജനം മലപ്പുറത്ത് മാത്രമല്ല, മറ്റ് ചില ജില്ലകളിലേക്ക് കൂടി വരുന്നുണ്ട്. തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ജില്ലാ വിഭജന ആവശ്യം വന്നിട്ടുണ്ട് ഇതിനു മുൻപ്. പക്ഷേ മലപ്പുറമാണ് കേന്ദ്ര ബിന്ദുവായിട്ട് വന്നിരിക്കുന്നത്. ഈ ഭരണപരമായ തടസ്സമുണ്ട് എന്നുള്ള കാര്യം ശരിയാണല്ലോ. കാരണം ഇത്രയും ജനസംഖ്യ ഉള്ളപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടുണ്ട്, പിന്നെ വികസനം എല്ലായിടത്തേക്കും ചെന്നെത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഈ ഫണ്ടിന്റെ വിനിയോഗത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് കേട്ടോ. എന്നോട് പറയുന്നത് പൂർത്തിയാക്കാൻ സമ്മതിക്കൂ. ഈ മലപ്പുറം ജില്ല മാത്രമാണോ വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന ജില്ല? മലബാറിലെ എല്ലാ ജില്ലകളും വികസന കാര്യത്തിൽ പിന്നാക്കം നിൽക്കുന്ന ജില്ലകൾ തന്നെയാണ്. അത് വളരെ കൃത്യമായി ഡേറ്റാ സഹിതം നമ്മുടെ കയ്യിലുണ്ട്. ഇന്നലെ കേരളത്തിലെ മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റില് ആകെ ചെലവ് വിഹിതമായിട്ട് പ്രഖ്യാപിച്ചത് 2,17,558 കോടി രൂപയാണ് ചെലവ് വിഹിതമായി അനുവദിച്ചത്. അതിനകത്ത് വെറും 18 കോടി രൂപ മാത്രമാണ് മലപ്പുറം ജില്ലയുടെ വികസന പ്രക്രിയകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതിനകത്തെ 5 കോടി രൂപ മലപ്പുറം താലൂക്ക് ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കാനും ആധുനിക ക്യാൻസർ സെന്റർ തുടങ്ങാൻ 10 കോടിയും മലബാർ ബിനാലെ സംഘടിപ്പിക്കാൻ 3 കോടിയുമാണ്. എന്ന് പറഞ്ഞാൽ ആകെ ആ 2,17,558 കോടിയുടെ 18 കോടി എന്ന് പറഞ്ഞ 0.0083% ആണ് ആ ജില്ലയ്ക്ക് വേണ്ടി ഈ ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് ഇത്രമാത്രം പ്രാമുഖ്യമുള്ള ഒരു മന്ത്രിസഭ മാറ്റിവെച്ചത്. അക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് മലപ്പുറം മാത്രമല്ല, മലബാറിലെ എല്ലാ ജില്ലകളും ഗതാഗതം, വ്യവസായം, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല, റോഡ് മാനദണ്ഡങ്ങൾ ഒക്കെയുടെ അടിസ്ഥാനത്തിൽ പിന്നോക്കമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ മലബാർ എന്ന് പറയുന്നത് ഒരു കാലത്ത് മദ്രാസ് പ്രോവിൻസിന്റെ ഭാഗമായിരുന്നു. മലപ്പുറം ജില്ല രണ്ടാക്കണം എന്ന ആവശ്യത്തെ നിങ്ങൾ പറയുന്നുണ്ട്, എതിർക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പറയുന്നത് ഒരു എതിർപ്പിന്റെ സ്വരമാണ്. അത് എന്തുകൊണ്ടാണെന്ന് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പറയുന്നില്ല കേട്ടോ. ഈ ജനസംഖ്യാ വർധനവാണോ, അല്ല അനിയന്ത്രിതമായ ജനസംഖ്യാ വർധനവാണോ നിങ്ങൾ ഉന്നയിക്കുന്ന എതിർപ്പ്? ചില നേതാക്കൾ അത് പറയുന്നുണ്ട്.
അത് തന്നെയാണ്. ഞാനതിനെ പൂർത്തിയാക്കാൻ സമ്മതിക്കണം. 1971 സെൻസസ് അനുസരിച്ച് മലപ്പുറം ജില്ലയിലെ ആകെ ജനസംഖ്യ 18,56,000 ആയിരുന്നത് 2025 കണക്കനുസരിച്ചുകൊണ്ട് 47 ലക്ഷമായി മാറി. അതേ സമയത്ത് 1971 തിരുവനന്തപുരം ജില്ലയുടെ ജനസംഖ്യ 21,98,000 ആയത് 35,60,000 വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ 71-നും 2025-നും ഇടയ്ക്ക് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിലെ ജനസംഖ്യയുടെ വർധനവ് 153% ഗ്രോത്ത് രേഖപ്പെടുത്തിയപ്പോൾ ഈ മലബാർ പ്രദേശത്ത് അല്ലാത്ത തിരുവനന്തപുരം ജില്ലയിലെ ഗ്രോത്ത് റേറ്റ് വെറും 62% മാത്രമാണ്. ഇങ്ങനെ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ജില്ല മുറിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ വീണ്ടും മലപ്പുറം ജില്ല വിഭജിക്കണമല്ലോ, വീണ്ടും 4 ആക്കണം, വീണ്ടും 10 വർഷം കഴിയുമ്പോൾ 8 ആക്കണം. ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെ അംഗീകരിക്കുക ബുദ്ധിമുട്ട് തന്നെയാണ്. അതാണ് പറഞ്ഞത്. ഈ രാജ്യത്തെ ഒരു ജനസംഖ്യാ നയത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് മലപ്പുറം ജില്ലയിൽ മാത്രം എന്തേ ജനസംഖ്യ വർദ്ധിക്കുന്നു, അതിന്റെ കാരണങ്ങൾ എന്താണ്? ഇപ്പോഴും നിങ്ങളുടെ ഉൾപ്പെടെ ചാനലുകൾ പറയുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ കുറേയേറെ പ്രസവങ്ങൾ വീട്ടിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ സംഖ്യ പോലും ഈ സംഖ്യക്കകത്തേക്ക് വരുന്നില്ല. അവിടെയാണ് ഒരു സംശയകരമായ സാഹചര്യം. ഈ മലപ്പുറം ജില്ലയെ വിഭജിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമോ? നമ്മൾ നോക്കൂ, നേരത്തെ ഈ ഇത്തരത്തിലുള്ള വികസനത്തിന്റെ മാനദണ്ഡത്തിലല്ല മലപ്പുറം ജില്ല രൂപീകരിച്ചത്. ഭൂമിശാസ്ത്രപരമായിട്ടുമല്ല, അത് മതത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പാലക്കാട് ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും കുറെ ഭാഗങ്ങൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ടാണ് ഒരു കാലത്ത് മലപ്പുറം ജില്ല രൂപീകരിച്ചത്. അന്ന് എല്ലാവരും എതിർത്തതാണ് ആ സംഭവത്തിനെ. ഇന്ന് അവരൊക്കെ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും ആ എതിർപ്പിനെ പറ്റി പഠിക്കണമെങ്കിൽ കേരളത്തിലെ പഴയകാല രാഷ്ട്രീയ ചരിത്ര രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മലപ്പുറത്തിന് ലീഗിന് പ്രത്യേക താല്പര്യമുണ്ട്. പക്ഷെ മലബാർ എന്ന് പറയുന്ന പ്രദേശത്തിന് കൃത്യമായ വികസനം ഉറപ്പുവരുത്താനുള്ള ഒരു കൃത്യമായ പദ്ധതി നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം ഒരു കേന്ദ്ര ഭരണ പ്രദേശം, ഇപ്പൊ മാഹി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ മലബാർ മേഖലയിലാണ്. അതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. ഒരു കാലത്ത് ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാറിന്റെ ഭാഗമായിരുന്ന ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശമാണ്. വികസനം കൃത്യമായ രീതിയിൽ വരും. റവന്യൂ വരുമാനം കൂടുകയോ അല്ലെങ്കിൽ കൃത്യമായ കേന്ദ്ര ഫണ്ട് ഉണ്ടാവുകയോ ചെയ്യാതെ മലപ്പുറം വികസിക്കില്ല. കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള ആ ഒരു നിർദ്ദേശമൊക്കെ അതൊന്നും ഈ സമയത്ത് അത് ചർച്ച ചെയ്യാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് മാറി ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങളുടെ അജണ്ടയായിരിക്കും. മലബാറിനെ കേരളത്തിൽ നിന്ന് മുറിച്ചു മാറ്റുക എന്നുള്ളത് അതല്ല ചർച്ച. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.